സംസ്ഥാനത്തെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും വിവിധ അക്കാദമികളുടെയും അധ്യക്ഷന്മാരെയും ഭരണസമിതി അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ അന്തിമഘട്ടത്തിലാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. ഏറ്റവും യോഗ്യരായ വ്യക്തികളെ കണ്ടെത്തി വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗിക നിയമനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അക്കാദമികളുടെ അധ്യക്ഷന്മാരുടെ തീരുമാനത്തിന്റെ അതിൻ്റെ ഒരു ഏറ്റവും മികച്ച ആളുകളെയും ഉചിതമായ ആളുകളെയും കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ, വരും ദിവസങ്ങളിൽ തന്നെ സംഗീത നാടക അക്കാദമിക്കും, തൃശ്ശൂരെ കാര്യം പറയുകയാണെങ്കിൽ സാഹിത്യ അക്കാദമിക്കും, ലളിതകലാ അക്കാദമിക്കും, അതുപോലെ ഫോക്ലോർ അക്കാദമിക്കും, ചലച്ചിത്ര അക്കാദമിക്കും, ചലച്ചിത്ര വികസന കോർപ്പറേഷനും അങ്ങനെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, ഭരണസമിതി ഒക്കെ വരും. ഇത് വലിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലേറ്റവും ഉചിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തണം. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഈ വരും ദിവസങ്ങളിൽ തന്നെ അക്കാദമിയുടെ ചുമതലയിലേക്ക് ആളുകൾ വരും. ഒന്ന്, അക്കാദമികളിൽ പലരും ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ അക്കാദമികൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, താൽക്കാലിക നിയമനങ്ങൾക്ക് ആൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ നമുക്ക് വേണം. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ കാര്യമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ്ഫോക്ക് നടക്കണം, ജനുവരിയിൽ അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം നടക്കണം. ഞാൻ ചില വാർത്തകൾ എൻ്റെ മാധ്യമപ്രവർത്തകർ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. ഞാൻ എൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു. ഒരു അനിശ്ചിതത്വം അക്കാര്യത്തിലില്ല. ഇറ്റ്ഫോക്ക് തീരുമാനിച്ച സമയത്ത് തന്നെ ആ ഇറ്റ്ഫോക്ക് നടത്താനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളുടെ കാര്യം ഞാൻ അക്കാഡമിയിൽ പോകുന്നുണ്ട്. ആദ്യം നിങ്ങളോട് പറയുകയാണ്.